ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. നാളത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം ബുധനാഴ്ച രാജ്യതലസ്ഥാനം പോളിംഗ് ബൂത്തിലെത്തും. 699 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ള ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1.56 കോടി ജനങ്ങളാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പ്രചരണം കൊഴുത്തു. 22 റോഡ് ഷോകളും റാലികളുമാണ് BJP ഇന്നു മാത്രം സംഘടിപ്പിച്ചത്. ഛത്രപൂർ, കൽക്കാജി നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു. എന്നാൽ പരസ്യപ്രചരണത്തിന്റെ അവസാന നിമിഷവും കോൺഗ്രസ് ക്യാമ്പുകൾ നിർജീവമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ അടക്കം കേന്ദ്രമന്ത്രിമാരുടെ വലിയ നിര തന്നെ BJPക്കായി പ്രചരണത്തിൽ സജീവമായിരുന്നു. മദ്യകുംഭകോണം, ശീഷ് മഹൽ, തൊഴിലില്ലായ്മ, ജലവിതരണം, അഴുക്കുചാൽ വിഷയം, വിഷവായു, മലിനമായ യമുന നദി, സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കാത്തതടക്കം ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ BJPക്ക് ആയുധങ്ങളേറെയുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ, യുവാക്കൾ, സ്ത്രീകൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ജനങ്ങളെയും പരിഗണിച്ച് പ്രകടന പത്രിക തയ്യാറാക്കിയ BJP പ്രചരണ ഘട്ടങ്ങളിലെല്ലാം ഒരുപടി മുന്നേറി. അതേസമയം യമുന നദി ശുചീകരിക്കാൻ അനുവദിച്ച 7500 കോടി രൂപ എവിടെയാണെന്ന് കെജ്രിവാൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ആം ആദ്മി പാർട്ടിയുടെ MP-ആയ സ്വാതി മലിവാൾ തന്നെ രംഗത്തെത്തിയത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. 7500 करोड़ रुपए जो 10 साल में यमुना नदी की सफाई में लगे वो कहां गए? वो सवाल पूछना चाहती हैं कि छठ पूजा पूर्वांचली कहां करें? लोगों में बहुत गुस्सा है क्योंकि जब जरूरत पड़ती है तब तो हाथ जोड़ के आ जाते हैं और जब जरूरत पूरी हो जाती है उसके बाद यमुना नदी का आज ये हाल हो जाता है. सारी महिलाओं का कहना है कि छठी मैया का श्राप लगेगा अरविंद केजरीवाल को और आज यमुना नदी जो हमारी माँ है वो एक वेंटिलेटर पे पड़ी है. ഡൽഹിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ബുധനാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം 8-ാം തീയതി പ്രഖ്യാപിക്കും. ജനം, ഡൽഹി.